പുസ്തകം ഒരു കയ്യിൽ, ശബാബ് മറ്റേ കയ്യിൽ, രണ്ടുപടുണ്ട് അല്ലെ? നോക്കൂ നിങ്ങൾ, അത് അദ്ദേഹം ആർത്ത് നിലവിളിക്കുന്ന രംഗം ആദ്യം നിങ്ങൾ കാണും. ജിന്നിയുടെ സേറിന്റെ ചോട്ടിലുണ്ടാവും, ശ്രദ്ധിച്ചിരിക്കണം. ഇരിക്കട്ടെ ഇരിക്കട്ടെ, ഇവിടെ നിങ്ങളവിടെ ഇരിക്കേ. എല്ലാം ഞാൻ പറയാം. ശബാബും തരാ, അൽമനാറും തരാ, വിചിന്തനവും തരാ, ഞങ്ങൾ വായിച്ചതൊക്കെ തരാ, ഞങ്ങൾ വായിച്ചതൊക്കെ തരാ. എന്താണ് ഇയാള് ഞങ്ങൾക്ക് മാറിക്കൊണ്ട് ശബാബ് വായിക വേണമെന്ന് ചോദിച്ചപ്പോഴത് കൊടുത്തയച്ചിരിക്കുന്നു, ചോദിച്ചപ്പോഴത് കൊടുത്തയച്ചിരിക്കുന്നു. ഇപ്പോൾ മൗലവി മറ്റത് തരുന്നില്ല, തരുന്നില്ല, മൗലവി തരുന്നില്ല. ശാന്താവും. സാസ് കുറെ സമയം ഇരിക്കുമ്പോ കൊടുക്കാൻ പോവാണ്, ശബാബ് കൊടുക്കാൻ പോവാണ്. രണ്ടും വായിക്കാം, ശരിക്കും കൊടുക്കാൻ പോവാണ്. കൊടുക്കാൻ പോവാണ്. അതാ വായിക്കാൻ കേൾക്കുന്നില്ല, രണ്ടും ഞാൻ വായിക്കാൻ പോവാണ്. രണ്ടും വായിക്കാൻ പോവാണ്. എഴുതിയതാണോ ശബാബിയുള്ളത് എന്ന കാര്യം തെളിയിക്കാൻ പോവാണ്. കണ്ടോ, പച്ചക്കളവല്ലേ പറഞ്ഞത്. ഇവർക്കെതിരിൽ നമ്മളൊരു പുസ്തകം ഉദ്ധരിച്ചപ്പോ ആ പുസ്തകം വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ഉടനെ നമ്മൾ പറഞ്ഞു, നേരത്തെ ശബാബ് ഞങ്ങൾ ചോദിച്ചല്ലോ, ശബാബിന് തരും, എന്നാ ഇതാണ് തരാം. ഉടനെ അയാൾ നേരത്തെ നിങ്ങൾ അലറിയത് കണ്ടു, ശബാബ് കൊടുത്തയച്ചിരുന്നു, എന്നിട്ടും മൗലവി തരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഇതാ ശബാബ് കൊടുക്കാൻ പോവുകയാണ് അല്ലെ. പച്ചക്കളവ് സ്റ്റേജിൽ ജനങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയാം. അവസാനം ഇത് പൊളിഞ്ഞല്ലോ, പൊളിഞ്ഞപ്പോ ഗത്യന്തരല്ലാതെ കൊടുത്ത് നമ്മളെ പ്രവർത്തകരത് വായിക്കുമ്പോ ഏറ്റവും അസ്വസ്ഥനായത് ആരാന്നറിയോ? ശ്രീമാൻ സുലൈമാൻ സഖാഫി. കാരണം ഈ നമ്പർ അവിടെ പൊട്ടിച്ചത് മൂപ്പരാണ് അല്ലെ. അപ്പൊ മൂപ്പര് അദ്ദേഹം വായിച്ചു നിർത്തുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ എത്തുമ്പോ അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം ജനങ്ങളെ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സ്റ്റേജും വന്നിട്ട് എന്തിന് ഖൗം അല്ലാഹു അക്ബർ ചെല്ലാന്. പക്ഷെ ജനങ്ങൾ ചെല്ലണില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, ജനങ്ങൾ ചെല്ലണില്ല. ജനങ്ങൾ എന്താ ശാന്തായിട്ട് ഇവിടെ എന്താ കട്ടു എന്ന് പറഞ്ഞല്ലോ, കട്ടു എന്ന് പറഞ്ഞ എന്താന്ന് കേട്ടിക്ക. അപ്പൊ മൂപ്പര് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലെ. പണ്ട് പള്ളി നിർത്തുന്ന ഇങ്ങനെ ചൊല്ലി ഉസ്താദുമാർക്ക് ചൊല്ലിക്കൊടുത്ത് സ്റ്റേജും വന്ന് ചൊല്ലേണ്ട ഗതികേടും വന്നല്ല മുസ്ലിംമാരെ നിങ്ങൾക്ക്. ഇതാണ് സാധാരണ മനുഷ്യനാക്കി എന്നുള്ള വിഷയത്തിലെ കള്ളത്തരത്തിന്റെ കോലം. നോക്കൂ നിങ്ങൾ, ആ ഭാഗം നിങ്ങൾ കണ്ടോളൂ. സാധാരണ മനുഷ്യ പ്രകൃതിയുള്ളവരായിരുന്നു പ്രവാചകന്മാർ. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ, സാധാരണ മനുഷ്യന്റെ കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള വരിന്റെ അപ്പുറത്ത് ഒരു മുസ്ലിയാരും വായിക്കലില്ല. ജനങ്ങളെ പറ്റിക്കാൻ, വഞ്ചിക്കാൻ, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന ആളുകൾ. പക്ഷേ നമ്മളെ പ്രവർത്തകർ ഈ അല്ലാഹു അക്ബർ മുസ്ലിയാര് മാത്രമേ ചെല്ലണുള്ളൂ എന്നുള്ളത് അവർക്ക് മനസ്സിലായി. പിന്നിലിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഇത് ശ്രദ്ധിക്കാൻ കണ്ടപ്പോ അവരത് വായിച്ചു പൂർത്തിയാക്കിയ ഭാഗം നിങ്ങൾ കേട്ടോളൂ. സാധാരണ മനുഷ്യ പ്രകൃതിയുള്ളവരായിരുന്നു പ്രവാചകന്മാർ. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിശ്വാസിയാണോ അല്ലേ എന്ന് തിരിച്ചറിയാനുള്ള ഒരവയവവും ലഭിക്കുണ്ടായിരുന്നില്ല. അതിന് അല്ലാഹുവിന്റെ വഹി വേണ്ടി, നിങ്ങൾ കണ്ട വാർത്തകളാണ്. വഹിയുണ്ടായിരുന്നു, നിങ്ങൾ എത്ര മണിക്കൂറായി വഹിയുണ്ടായിരുന്നു എന്നുള്ള വരി വായിക്കാൻ സമ്മതിക്കുന്നില്ല. ഉണ്ടോ? വഹിയുണ്ടായിരുന്നു എന്നുള്ള വരി വായിക്കുമ്പോ മുസ്ലിയാരും കൂടെയുള്ളവരും സ്റ്റേജിൽ കുച്ചിപ്പിടി തുടങ്ങി. കാരണം കൊള്ളണ്ടടുത്ത് കൊള്ളത്, അതാ പ്രശ്നം. മനസ്സിലായോ? സാധാരണ മനുഷ്യന്നുള്ള വർത്താനം പറഞ്ഞിട്ട് വരരുത്. ഇനി ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ സൂറത്തു, നിങ്ങൾ ശരിക്കും എഴുതി വെച്ചോ, ഇത് പഠിക്കാൻ വേണ്ടിയാ പറയുന്നത്. സൂറത്തു കഹ്ഫിലെ 110-ാമത്തെ ആയത്തിന് മഖ്ദൂമി കൊടുത്ത അർത്ഥം എന്താ? താങ്കൾ പറയുക, തീർച്ചയായും ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. നിങ്ങളുടെ ഇലാഹ്
ഒരേ ഒരു ഇലാഹ് മാത്രമാണ് എന്നെനിക്ക് ബോധനം നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും തന്റെ നാഥനുമായി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ. എന്നിട്ട് വ്യാഖ്യാനം നിങ്ങൾ കേട്ടോ. സുന്നി പണ്ഡിതനായ മഖ്ദൂമിയുടെ വ്യാഖ്യാനം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. മാനുഷികമായ എല്ലാ ഗുണവിശേഷങ്ങളും അദ്ദേഹത്തിനുണ്ടാകും. എന്നാൽ അദ്ദേഹം പ്രവാചകനുമാണ്. ഉസ്മാൻ ഡോക്ടർ എഴുതിയിട്ടില്ലേ, വഹീണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പ്രവാചകനെ വഹി ഉണ്ടാകുള്ളൂ, അദ്ദേഹത്തിന് വഹീണ്ട് എന്നുള്ള പ്രത്യേകത ഉണ്ട് എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിങ്കൽ നിന്ന് അദ്ദേഹത്തിന് സന്ദേശങ്ങൾ ലഭിക്കുന്നു. അള്ളാഹു നമ്മുടെ ഏകനായ ഇലാഹു മാത്രമാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായ സന്ദേശം. ടി കെ അബ്ദുള്ള മൗലവി കൊടുത്ത അർത്ഥോ ഇതേ ആയത്തിന് കൊടുത്ത അർത്ഥം കേട്ടോ. തഫ്സീറുൽ ഖുർആൻ 308 പേജ് പറയുക, ശരിയായും ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. ഇത് മുജാഹിദുകളുടെ പാഠപുസ്തകമല്ല, ഇത് ശബാബല്ല, ഇത് വിചിന്തനമല്ല, ഇത് അൽമനാറല്ല, സുന്നി പണ്ഡിതന്മാരെ എഴുതിയതാ. ഇനി തീർന്നില്ല. KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അദ്ദേഹത്തിന്റെ ഫതഹുർ റഹ്മാന്റെ 3ാമത്തെ വോളിയം 393 പേജിൽ എഴുതാം. 56ാമത്തെ വ്യാഖ്യാനം ഞാൻ വായിക്കണേ. ആയത്തിന് മറ്റു പണ്ഡിതന്മാർ കൊടുത്ത അർത്ഥം തന്നെ അദ്ദേഹം കൊടുത്തു. ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന് പറഞ്ഞത് മനുഷ്യ സഹജമായ സ്വഭാവ ഗുണങ്ങൾ എനിക്കുണ്ട് എന്ന അർത്ഥത്തിലാണ്. ഇതിന്റെ അപ്പുറത്ത് ഞങ്ങൾ എന്തേ പറഞ്ഞത്? നബിയുടെ കൈവെട്ടിയാൽ രക്തം വരും, നബിക്ക് വിശക്കും, നബിക്ക് ക്ഷീണമുണ്ടാകും. ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും നബി സാധാരണ മനുഷ്യരെ പോലെയാണ്. ഇനി മനുഷ്യ സഹജമായ സ്വഭാവ ഗുണങ്ങൾ എനിക്കുണ്ടെന്ന അർത്ഥത്തിലാണ് ഭക്ഷിക്കുക, കുടിക്കുക, തെരുവിലിറങ്ങി നടക്കുക, ഉറങ്ങുക, വിവാഹം ചെയ്യുക, സന്താന ഉൽപാദനം നടത്തുക മുതലായവ എന്നിൽ നിന്നും ഉണ്ടാകും. ഞാനൊരു മലക്ക് അല്ലല്ലോ. ഇത്രേ ഞങ്ങൾ എഴുതിയിട്ടുള്ളൂ. ഇനി നിങ്ങൾ നബി ആരാക്കിയെന്നറിയോ?